പാരഡി ഗാനം പാടുക അല്ലെങ്കിൽ റീൽസ് ഇടുക എന്നൊക്കെയുള്ള മിനിമം പരിപാടികളിലേക്ക്, അതായത് ഈ തട്ടുകൂട്ട് പരിപാടികളിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം പിമാർ മാറുന്നുവോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് UDF എം പിമാർ കേരളം അഭിമുഖീകരിക്കുന്ന എത്രയോ വലിയ വലിയ പ്രശ്നങ്ങൾ ലോക്സഭയ്ക്ക് അകത്ത് അവതരിപ്പിക്കേണ്ട ആളുകളാണ്. ശബരിമലയിലെ ഒരു പാരഡി പാട്ട്, അത് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ട് UDF ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചൊരു പാട്ടാണ്. ആ പാട്ടുമായിട്ട് ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ വന്ന് പാടേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് UDF എം പിമാർ തന്നെ വ്യക്തമാക്കണം. എത്രത്തോളം പരിഹാസ്യരാവുകയാണ് ഇവർ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്ന പാർലമെന്റിന് പുറത്ത് നാടകം കളിക്കാൻ വേണ്ടിയിട്ടല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന തിരിച്ചടി നിങ്ങൾ ഊഹിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പാരഡി ഗാനം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എം പിമാര് പാർലമെന്റിന്റെ മുമ്പിൽ ഈ പാരഡി ഗാനം ആലപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണോ കോൺഗ്രസ് എം പിമാര്? പാരഡി ഗാനം പാടുക അല്ലെങ്കിൽ റീൽസ് ഇടുക എന്നൊക്കെയുള്ള മിനിമം പരിപാടികളിലേക്ക്, അതായത് ഈ തട്ടുകൂട്ട് പരിപാടികളിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം പിമാർ മാറുന്നുവോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് UDF എം പിമാർ. അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കേരളം അഭിമുഖീകരിക്കുന്ന എത്രയോ വലിയ വലിയ പ്രശ്നങ്ങൾ ലോക്സഭയ്ക്ക് അകത്ത് അവതരിപ്പിക്കേണ്ട ആളുകളാണ്. ശബരിമലയിലെ ഒരു പാരഡി പാട്ട്, അത് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ട് UDF ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചൊരു പാട്ടാണ്. ആ പാട്ടുമായിട്ട് ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ വന്ന് പാടേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് UDF എം പിമാർ തന്നെ വ്യക്തമാക്കണം. മറ്റാരും വ്യക്തമാക്കിയിട്ട് കാര്യമില്ല. UDFന്റെ എം പിമാർ വ്യക്തമാക്കണം. അതിനകത്ത് UDFന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള എം പിമാർ അതിനകത്തുണ്ട്. എത്രത്തോളം പരിഹാസ്യരാവുകയാണ് ഇവർ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതേ ദിവസം തന്നെയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദം ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പാർലമെന്റിന് മുമ്പിൽ ഇവരൊരു സമരം നടത്തിയിരുന്നുവെങ്കിൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയിട്ട് VBG റാം എന്നുള്ള രീതിയിലേക്ക് ആ പേര് മാറ്റുകയാണ്. ആ പേര് മാറ്റുക മാത്രമല്ല, അതിനകത്ത് ഒരുപാട് നയങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ലക്ഷക്കണക്കിന് ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉപജീവന മാർഗമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയിലെ വരുത്തിയിട്ടുള്ള നയവ്യതിയാനങ്ങൾ കാരണം ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കാണ് കേരളത്തിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലൊന്നും കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന എം പിമാർക്ക് ഒരു വേദനയോ ഒരു പ്രതിഷേധവുമില്ല. അവരുടെ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത് ശബരിമലയാണ്. ശബരിമലയിൽ കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്നേ. അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. കുറ്റക്കാരെ കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതതിന്റെ കൃത്യമായ ഒരു പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റവും നയമാറ്റത്തിനും ഒരു അക്ഷരം പോലും ലോക്സഭയിൽ ഉരിയാടാതെ ഈ ശബരിമല വിഷയവുമായിട്ട് പാർലമെന്റിന് വെളിയിൽ വന്ന് നിന്നത് എന്ന് വിശദീകരിക്കാനായിട്ട് ഇവർ തയ്യാറാവണം. ഇവരെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്ന പാർലമെന്റിന് പുറത്ത് നാടകം കളിക്കാൻ വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇൻഡിഗോ ഫ്ലൈറ്റിന് ഉണ്ടായ പ്രതിസന്ധി തുടർന്ന് ഇപ്പോൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പ്രവാസി മലയാളികൾക്ക് വരേണ്ട സമയത്തുള്ള ഫ്ലൈറ്റ് ചാർജുകളുടെ പ്രശ്നം, ഇത് പണ്ടെങ്ങോ എപ്പോഴോ ഷാഫി പറമ്പിൽ MP പാർലമെന്റിനകത്ത് പറഞ്ഞതല്ലാതെ അതിന് വേണ്ടിയിട്ട് പാർലമെന്റിന് മുമ്പിൽ ഇതുപോലൊരു സമരം ഇവർ നടത്തിയിട്ടുണ്ടോ? ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വരാൻ പോകുന്നത് 40% ഭാരമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണിത്. അതുകൂടാണ്ട് ഈ VBG റാം പദ്ധതി പ്രകാരം സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാമീണ മേഖലകൾ, അതായത് ഗ്രാമങ്ങൾ ഏത് എന്നുള്ളതിന്റെ വിജ്ഞാപനം ഇറക്കുക കേന്ദ്ര സർക്കാരായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര ഗ്രാമങ്ങൾ ഒഴിവാക്കപ്പെടുമെന്നറിയോ? എത്ര ഗ്രാമങ്ങൾ ഒഴിവാക്കപ്പെടും? ഇതിനെക്കുറിച്ചൊന്നും കോൺഗ്രസിന് പ്രതിഷേധമില്ലേ? അതല്ല എങ്കിൽ ഇത് മറ്റു വിവിധ പദ്ധതികളുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു ഏക പദ്ധതിയായിട്ടാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോയിക്കൊണ്ടിരുന്നത്. ഇതിനെ ഇപ്പോൾ PM ഗതിയും ശക്തിയും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് ആണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ആ പദ്ധതികളിൽ വരുന്ന കുറവുകളെ കുറിച്ച് കേരളത്തിൽ നിന്നുള്ള MP മാർ എന്താണ് പാർലമെന്റിനകത്ത് സംസാരിക്കാത്തത്? പാർലമെന്റിനകത്ത് സംസാരിക്കേണ്ട ഇവരെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന എന്താണ്? പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പാർലമെന്റിന്റെ മുമ്പിൽ വന്ന് പാടാൻ വേണ്ടിയിട്ടാണോ? അതിന് പ്ലക്കാർഡും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണോ? കേരളം നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന്. അതുകൂടാണ്ട് കേന്ദ്രം ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതമുണ്ട്. ആ കേന്ദ്ര വിഹിതം എവിടെയാണ്? അതിനെക്കുറിച്ച് ഇവർ ഒരക്ഷരം പാർലമെന്റിനകത്ത് മിണ്ടുന്നുണ്ടോ? ഇവരെന്തിനാണ് പാർലമെന്റിൽ പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് സംശയം. ഇവരെ എന്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത് എന്നാണ് നമുക്ക് സംശയമായിട്ട് വരുന്നത്. രാഷ്ട്രീയ നേട്ടം ഒരു പാട്ടിലൂടെ ഉണ്ടാക്കി,
അതിനെ അംഗീകരിക്കുന്നു. അതിനെതിരെ ചില പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനൊക്കെ എത്രത്തോളം ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്നറിയോ? അയ്യപ്പ ഭക്തന്മാരെ വളരെ ആത്മീയതയോടുകൂടി അവർ പാടുന്ന ഒരു പാട്ടിനെ പാരഡി ഗാനമാക്കി, ആയിക്കൊള്ളട്ടെ. അങ്ങനെ പാരഡി ഗാനമാക്കിയതിലൂടെ ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു സാമാന്യ മര്യാദ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു സാമാന്യ ബോധം വെച്ച് പറയുകയാണെങ്കിൽ ഈ ഭക്തി ഗാനങ്ങളൊന്നും പാരഡി ഗാനങ്ങളാക്കി മാറ്റാതിരിക്കുന്നതായിരിക്കും ഉചിതം. പ്രത്യേകിച്ച് ശബരിമലയിൽ ഒക്കെ ഉയരുന്ന ഗാനങ്ങൾ. ഇപ്പോൾ കലാഭവൻ മണി ആ പാട്ടിന് പാരഡി ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് അയ്യപ്പ എന്നുള്ള പദമില്ല. അയ്യപ്പൻ എന്ന് പറയുന്നത് ഹൈന്ദവരുടെ മാത്രമല്ല, അത് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കുമാണ്. ഈ ശബരിമല എന്ന് പറയുന്നത് തന്നെ കേരളത്തിലുള്ള ആർക്കും, അല്ലെങ്കിൽ കേരളത്തിലല്ല ഇന്ത്യയിലുള്ള ആർക്കും പോകാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമല്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിന്റെ അഭിമാനമായ ആത്മീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് ജനങ്ങൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന അയ്യപ്പനെയൊക്കെ ഒരു പാരഡി പാട്ടിലേക്ക് എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നവോത്ഥാനമല്ല, അതൊന്നും കലാപ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് തട്ട് തരികടയും കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയാണ്. അതിനുശേഷം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള PC വിഷ്ണുനാഥൊക്കെ എത്ര ഈസി ആയിട്ടാണ് ആ പാട്ടെടുത്ത് അങ്ങോട്ട് വൈറലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ പാട്ട് കൊണ്ട് അധികാരത്തിലെത്താൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നേ. കേരളത്തിന് ലഭിക്കേണ്ട എത്രയോ കേന്ദ്ര പദ്ധതികളുടെ വിഹിതം കേരളത്തിന് കിട്ടാനുണ്ട്. ഈ വി ശിവൻകുട്ടി PM ശ്രീയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ മറ്റു കേന്ദ്ര വിഹിതങ്ങൾ തരൂ എന്ന് കേന്ദ്ര സർക്കാർ ത്രട്ടൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് പാർലമെന്റിനകത്ത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള MP-മാർ ഉയർത്താത്തത്? ഇവർക്ക് വെറും രാഷ്ട്രീയം മാത്രമാണുള്ളത്. കേന്ദ്ര സർക്കാർ പദ്ധതി വിഹിതങ്ങളൊന്നും കേരളത്തിന് തരരുത്, അതൊക്കെ മുടങ്ങിക്കിടന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് എതിരാവുകയുള്ളൂ എന്നൊരു ദുഷ്ട ചിന്തയാണോ ഇവരുടെ മനസ്സിലുള്ളത്? സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് സംസ്ഥാന സർക്കാർ ഏത് പാർട്ടി ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം കിട്ടണ്ടേ? കേരളത്തിലുള്ള ഓരോ മലയാളിയുടെയും GST തുക പോകുന്നത് കേന്ദ്രത്തിന് തന്നെയല്ലേ? അപ്പൊ കേരളത്തിലെ ആളുകളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ വിഹിതമാണ് ചോദിക്കുന്നത്, ഔദാര്യമല്ല ചോദിക്കുന്നത്. ആ ഔദാര്യം സംസ്ഥാന സർക്കാർ ശക്തമായി ചോദിക്കുന്ന സമയത്ത് ആ പാർലമെന്റിനകത്ത് ഇവർ സംസാരിക്കണ്ടേ? ഇന്നലെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പൊളിച്ചടുക്കിയല്ലോ ഇവരുടെ ഈ വൃത്തികെട്ട സമരത്തെ. കേരളത്തിൽ വന്ന് കിടന്ന രാഷ്ട്രീയം കളിച്ചോട്ടെ. ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുമ്പിൽ പോയി നിന്ന് ഇതുപോലെ ശബരിമലയിൽ ഒരു പാരഡി പാട്ടിനെ എന്തോ ഒരു മഹാസംഭവമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു തിരിച്ചടിയാണ്, നാണക്കേടാണത്. ഇവർ ഈ ത്രിതല പഞ്ചായത്തിൽ UDF ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റത്തിനുള്ള തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ദേശീയ നയരൂപീകരണത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ MP-മാരാണ് അതിൽ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നത്. അവർ ഇറങ്ങി വന്നു നിന്ന് ഇതുപോലെ ഒരു വിഷയത്തിൽ ഒരു പാരഡി പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. മറിച്ച് ഇവർക്ക് പാർലമെന്റിനകത്ത് അവതരിപ്പിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടെന്നേ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിനെ സംബന്ധിച്ച് ഇവർക്ക് സംസാരിച്ചുകൂടെ? അതുകൊണ്ട് തന്നെ വന്യമൃഗ ശല്യത്തെക്കുറിച്ച് ഇവർക്ക് സംസാരിച്ചുകൂടെ? ഇവർക്ക് സമരം ചെയ്തുകൂടെ? ഇവരെപ്പോഴെങ്കിലും ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമായിട്ട് ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ പ്ലക്കാർഡ് പിടിച്ചു നിന്നിട്ടുണ്ടോ? കോൺഗ്രസ് MP-മാർ രാഷ്ട്രീയം കളിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നതിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും ഇപ്പോൾ നൽകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ഇരിക്കുന്ന MP-മാരാണെങ്കിൽ ആ MP-മാരെ ഓർമ്മിപ്പിക്കാനുള്ളത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന തിരിച്ചടി നിങ്ങൾ ഊഹിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് അവർ ബോധവാന്മാരാണ്. അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ് അവര്. അതുകൊണ്ട് അനാവശ്യമായ രാഷ്ട്രീയ നാടകങ്ങൾ ഒക്കെ നിർത്തി രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ തൊഴിൽ നിഷേധം സംഭവിക്കാൻ പോകുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നയവ്യതിയാനത്തിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. ഇന്നലെ ശ്രീ പ്രിയങ്ക ഗാന്ധിയൊക്കെ ശക്തമായ ഭാഷയിൽ പാർലമെന്റിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡെറിക് ഒബ്രിയൻ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ രീതിയിൽ പാർലമെന്റിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കോൺഗ്രസ് MP-മാരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുമായിരിക്കും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള MP അല്ലേ എന്ന്. പക്ഷെ പ്രിയങ്ക ഗാന്ധി നിങ്ങളുടെ കൂട്ടത്തിൽ പാട്ട് പാടാനുണ്ടായിരുന്നില്ല, അതോർക്കണം. നിങ്ങൾ ഇതുപോലുള്ള വേഷം കെട്ടുകളല്ല കാണിക്കേണ്ടത്. പാർലമെന്റിനകത്ത് ചോദിച്ചു വാങ്ങണം, അതിശക്തമായി നിങ്ങളുടെ സ്വരമുയരണം, അതാണ് ചെയ്യേണ്ടത്. മറിച്ച് പുറത്തു വന്നു നിന്ന് പാരഡി പാട്ട് പാടുന്ന കോമാളികളായിട്ട് നിങ്ങൾ അധംപതിക്കരുത് എന്നാണ് പറയാനുള്ളത്.